അമേരിക്കയിലെ വിമാനാപകടങ്ങൾ ഒരു തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ മൂന്നാമത്തെ വിമാനാപകടമാണ് ഇന്നലെ നടന്നത്. കഴിഞ്ഞ 2 അപകടങ്ങളിലും കൂടി 73 പേർ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഇന്നലത്തെ അപകടത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണത്തെ വിമാനാപകടങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ. ഇന്നലെ വൈകിട്ട് അമേരിക്കയിലെ കൊളറാഡോ സ്പ്രിംഗ് വിമാനത്താവളത്തിൽ നിന്ന് അമേരിക്കയിലെ തന്നെ ഡാളസ് ഫോർട്ട് വർത്ത് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ബോയിങ് 737-800 യാത്രാ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഏകദേശം 3/4 മണിക്കൂർ നേരത്തെ പറക്കലിന് ശേഷം എഞ്ചിനിലുണ്ടായിരുന്ന തകരാറിനെ തുടർന്ന് ഡെൻവർ വിമാനത്താവളത്തിലേക്ക് അടിയന്തരമായി ഇറക്കുകയായിരുന്നു. വിമാനം ലാൻഡ് ചെയ്ത ഉടനെ തീപിടിച്ചു. ഇതോടെ രക്ഷാപ്രവർത്തകർ ഓടിയെത്തുകയും വിമാനത്തിലുണ്ടായിരുന്ന 178 യാത്രക്കാരെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപകടത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിസ്സാര പരിക്കുകളോടെ 12 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമേരിക്കയിലെ വ്യോമയാന മന്ത്രാലയവും ഗവൺമെന്റും തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം വിമാന അപകടങ്ങളെ വളരെ ഗൗരവത്തോടെ നിരീക്ഷിക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അപകടങ്ങളിലൊന്നും ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യത ഗവൺമെന്റ് ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്നലെ നടന്ന വിമാനാപകടത്തിന്റെ ദൃശ്യങ്ങളും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി വിമാനത്തിലെ യാത്രക്കാർ വിമാനത്തിന്റെ ചിറകിലേക്ക് ഓടിക്കയറുന്നതുമായ ദൃശ്യങ്ങൾ തുടർന്ന് കാണുക.